രാവിലെ 11 മണിക്ക് തന്നെ ഞാൻ ഉറക്കമെഴുന്നേറ്റു. അല്പസമയത്തെ എന്റെ പ്രിയ സുഹൃത്തിനെയും ഞാൻ കയ്യിലെടുത്തു. പോകുന്ന വഴി ഒരാവശ്യവുമില്ലാതെ ഞാൻ കണ്ണാടിയിൽ എന്റെ മുഖമൊന്നു നോക്കി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വൈക്കോ ലോറിയോട് സാമ്യം തോന്നുന്ന രൂപം. ഇതാണ് ഈ വീടിന്റെ നടുമുറ്റം. ചിത്രപ്പണികൾ കൊണ്ടും മോഡേൺ ആർട്ടുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടം. ഇതിന്റെയെല്ലാം പ്രധാന ശില്പി ഇദ്ദേഹമാണ്. ഇനി എന്തെങ്കിലും കാര്യമായി അകത്താക്കണം. ഈ വീട്ടിലെ ഊട്ടുപുര ലക്ഷ്യമാക്കി ഞാൻ നടന്നു. സിന്ധു നദീതട സംസ്കാരം ഉളവാക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അതാണ് എന്റെ അമ്മ. എന്നെ കണ്ടപാടെ എന്റെ ആവശ്യം മനസ്സിലാക്കിയ അവർ മംഗോളിയൻ ഭാഷയിൽ പല്ലെങ്കിലും തേച്ചിട്ട് വരാൻ എന്നോട് ആവശ്യപ്പെട്ടു. പല നിറത്തിലും രൂപത്തിലുമുള്ള ബ്രഷുകൾ ഇരിപ്പുണ്ടെങ്കിലും അവനവന്റെ ബ്രഷ് ഉപയോഗിച്ച് വേണം ഇവിടെ പല്ലു തേക്കാൻ. പുറത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് അടുത്ത എന്റെ ലക്ഷ്യം. മെസോപ്പൊട്ടേമിയയിലെ ഉൾഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ചെടികളും മരങ്ങളും നിറഞ്ഞ ഭൂപ്രകൃതിയാണിവിടെ. 90 കഴിഞ്ഞ എന്റെ മുത്തശ്ശി പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നെറ്റ് കിട്ടാത്ത ചില സാഹചര്യങ്ങളിൽ സിനിമാ നടിമാരെ പോലെയാണ് മുത്തശ്ശി.